ഹായ് ഫ്രണ്ട്സ്, ദിസ് ഇസ് ഫാമാനോട്സിലേക്ക് സ്വാഗതം. നമ്മളിന്ന് പഠിക്കാൻ പോകുന്നത് പോയിസണിങ്ങിനെ പറ്റിയാണ്. ടൈപ്പ് ഓഫ് പോയിസണിങ്ങും അതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഒക്കെ പറ്റിയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പായിട്ട് എല്ലാം ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്താണ് പോയിസൺ എന്ന് നോക്കാം. A poison is a substance which if introduced in the body or brought into contact with any part of thereof will produce ill health or death. അപ്പോൾ എന്താണ് പോയിസൺ എന്ന് വെച്ചാൽ അത് നമ്മുടെ ബോഡിയിലേക്ക് കയറി കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ നമ്മുടെ ബോഡിയായിട്ട് എന്തെങ്കിലും കോണ്ടാക്റ്റ് വന്നു കഴിഞ്ഞിട്ട് ബോഡിയുടെ അത് ഹെൽത്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ എന്ത് പറ്റുന്നു, ബോഡിയുടെ ഹെൽത്തിനെ ബാധിക്കുന്നു, അല്ലെങ്കിൽ ഡെത്തിന് കാരണമാകുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പോയിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പോയിസൺസ് ഉണ്ട്. ഒന്ന് ആക്സിഡൻ്റൽ പോയിസണിങ് ഉണ്ട്, അപ്രത്യക്ഷമായിട്ട് സംഭവിക്കുന്നുണ്ട് അല്ലേ പോയിസണിങ്. അതേപോലെ തന്നെ ഇപ്പം നമ്മൾ അതിന് എക്സാമ്പിളാണ് ഇങ്ങനെ ഇങ്ങനെ പാമ്പൊക്കെ കടിയേക്കുന്നതൊക്കെ പാമ്പ് കടിയേക്കുന്നതൊക്കെയാണ് ആക്സിഡൻ്റായിട്ട് സംഭവിക്കുന്ന പോയിസണിങ് ആണല്ലേ. സെക്കൻഡാണ് സൂയിസൈഡൽ പോയിസണിങ്. ചിലർ സൂയിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോയിസണിങ് കഴിക്കും അല്ലേ. അപ്പം അതിന് എക്സാമ്പിൾസ് ഉണ്ട്, അതിനിപ്പോൾ എന്തായാലും എക്സാമ്പിളായിട്ട് പറയുന്നില്ല. തേർഡ് പോയിസണിങ് ആണ് ഹോമിസൈഡൽ പോയിസണിങ്. നമ്മൾ ഹോമിസൈഡലായിട്ട് ചിലർ പോയിസണിങ് ചെയ്യും അല്ലേ. അതിനും എക്സാമ്പിൾസ് ഓഫ് പോയിസണിങ് എന്തായാലും ഞാൻ പറയുന്നില്ല കേട്ടോ, കാരണം അത് പറയേണ്ടതെന്ന് വെച്ചിട്ടാണ്. ഇപ്പം നമ്മൾ പോയിസണിങ് എങ്ങനെയൊക്കെയാണ് വരുന്നതെന്ന് വെച്ചാൽ, ഒന്ന് ഓറലിൽ കൂടെയാകാം, അല്ലെങ്കിൽ ഇൻഹലേഷനിൽ കൂടെയാകാം, അല്ലെങ്കിൽ ഇഞ്ചക്ഷനിൽ കൂടെയാകാം, അല്ലെങ്കിൽ സ്കിന്നിൽ കൂടെയാകാം അല്ലേ. അപ്പം ഓറലിൽ കൂടെ എന്ന് വെച്ചാൽ ഓറലിൽ കൂടെ ചിലപ്പം ഓറലിലൊട്ടി കൂടെ ഡ്രഗ്സ് വഴിയോ അല്ലെങ്കിൽ സ്ട്രോങ് ആസിഡ്സ് വഴിയോ ഒക്കെ ഓറലിൽ കൂടി പോയിസണിങ് ആകും. ഇൻഹലേഷൻ വഴി ഇപ്പോൾ ഗ്യാസസ് ഒക്കെ വഴി അല്ലേ, ഗ്യാസസ് നമ്മൾ ശ്വസിക്കുന്ന വഴി, പുക ശ്വസിക്കുന്നത് വഴി, ഇപ്പോൾ കാർബൺ ഡൈ ഓക്സൈഡോ കാർബൺ മോണോക്സൈഡോ ഈതറോ ഒക്കെ ശ്വസിക്കുന്നത് വഴി നമുക്ക് പോയിസണിങ് ഉണ്ടാകും. പിന്നെ ഇഞ്ചക്ഷൻസ് എന്ന് വെച്ചാൽ ടോക്സിക് ആയിട്ടുള്ള ഡോസ് ഓഫ് ഡ്രഗ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വഴി അല്ല, ടോക്സിക് ഡ്രഗ്സ് ഇപ്പം നാർക്കോട്ടിക്സോ അല്ലെങ്കിൽ ഹിപ്നോട്ടിക്സോ അതർ പോയിസൺ സബ്സ്റ്റൻസ് ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വഴിയൊക്കെ ഓവർ ഡോസിൽ ഇഞ്ചെക്റ്റ് ചെയ്യുന്ന വഴി നമുക്ക് പോയിസണിങ് ഉണ്ടാകാം. അതേപോലെ സ്കിന്നിൽ നമ്മൾ ഇൻസെക്ടിസൈഡൊക്കെ വഴി അല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ ഒരു ഇൻസെക്റ്റ് നമ്മളിങ്ങനെ കടിച്ചാലോ, ഇപ്പോൾ ഡോഗൊക്കെ ബൈറ്റ് ചെയ്താലോ, അല്ലെങ്കിൽ ഇപ്പോൾ സ്നേക്കൊക്കെ ബൈറ്റ് ചെയ്താലൊക്കെ, സ്നേക്കൊക്കെ കടിച്ചിട്ടുണ്ടെങ്കിലൊക്കെ നമുക്ക് പോയിസണിങ് വരും അല്ലേ സ്കിന്നിൽ. അപ്പോൾ അതൊക്കെയാണ് കോമൺ ആയിട്ട് വരുന്ന പോയിസണിങ് എന്ന് പറയുന്നത്. അപ്പോൾ ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയിസൺ നമുക്ക് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് അൺഅബ്സോർബ്ഡ് പോയിസൺ ഫ്രം ദ ബോഡി ആണ് ഫസ്റ്റ് പോയിൻറ്റ്. സെക്കൻഡ് എന്ന് പറഞ്ഞാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിഡോട്ട്. തേർഡ് പോയിന്റ് എന്ന് പറഞ്ഞാൽ എലിമിനേഷൻ ഓഫ് പോയിസൺ ബൈ എക്സ്ക്രീഷൻ. ആൻഡ് ഫോർത്ത് പോയിൻറ്റ് സിംറ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റ്. അപ്പോൾ ഫസ്റ്റ് എന്ന് വെച്ചാൽ റിമൂവൽ ഓഫ് എങ്ങനെയാണ് ട്രീറ്റ്മെൻറ്റ് ഓഫ് പോയിസണിങ്ങിൻ്റെ ഫസ്റ്റ് പോയിൻ്റാണ് റിമൂവൽ ഓഫ് അൺഅബ്സോർബ്ഡ് പോയിസൺ. അതെങ്ങനെ നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇപ്പം ഗ്യാസ് പോയിസണിങ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, ആ പേഷ്യൻറ്റിനെ ആ ഗ്യാസുള്ള ആ എൻവയോൺമെൻറ്റിൽ നിന്നും ആ പേഷ്യൻറ്റ് നമ്മൾ എന്ത് ചെയ്യും, ഷിഫ്റ്റ് ചെയ്യും അല്ലേ. അപ്പം അത് ചെയ്യുകയും ചെയ്യും. അതേപോലെ തന്നെ അവർക്ക് എന്ത് ചെയ്യുന്നു, ആർട്ടിഫിഷ്യലായിട്ടുള്ള റെസ്പിറേഷനും അതേപോലെ ഓക്സിജനും നമ്മൾ കൊടുക്കും. ഇപ്പം ഇൻ കേസ് ഓഫ് പോയിസണിങ്, ഇപ്പോൾ പോയിസണിങ് അപ്ലൈ ചെയ്യുന്നത് ലോക്കലി ആയിട്ടുള്ള പോയിസണിങ് ആണ്. നമ്മൾ എന്ത് ചെയ്യും, അത് വാഷ് ചെയ്ത് കളയുമല്ല, നമ്മൾ വാട്ടർ വെച്ചിട്ടോ അല്ലെങ്കിൽ ന്യൂട്രലൈസിങ് ആയിട്ടുള്ള കെമിക്കൽ വെച്ചിട്ടോ വാഷ് ചെയ്തിട്ട് നമ്മൾ ആ പോയിസണിങ് കളയും. ഇപ്പോൾ ഇൻ കേസ് ഓഫ് ഇൻജെക്റ്റഡ് ആയിട്ടുള്ള പോയിസണിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഉള്ളിലേക്ക് കയറിയിട്ടുള്ള പോയിസണിങ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഗ്യാസ്ട്രിക് ലാവേജ് കൊടുക്കും അല്ലേ, ഈ സോപ്പ് സൊല്യൂഷനൊക്കെ കൊടുക്കും. അതേപോലെ അങ്ങനെയൊക്കെയാണ് ഹോസ്പിറ്റലിൽ ഇൻജെക്റ്റഡ് ആയിട്ടുള്ള പോയിസണിങ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് അല്ലേ. എങ്ങനെയാണെന്ന് വെച്ചാൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഗ്യാസ്ട്രിക് ലാവേജ് ഒക്കെ കൊടുക്കും. അതേപോലെ തന്നെ 50 gram ഓഫ് മസ്റ്റാർഡ് പൗഡർ ഇൻ ഗ്ലാസ് ഓഫ് വാം വാട്ടർ, അല്ലെങ്കിൽ 2 tablespoon ഓഫ് കോമൺ സാൾട്ട് ഇൻ എ ഗ്ലാസ് ഓഫ് വാം വാട്ടർ ക്യാൻ ബി, ഇതൊക്കെ നമ്മൾ യൂസ് ചെയ്യും അല്ലേ. സ്റ്റൊമക്ക് ട്യൂബ് ഈസ് നോട്ട് അവൈലബിൾ ആണെങ്കിൽ എമറ്റിക്സ് ആയിട്ടുള്ള ഇതൊക്കെ നമ്മൾ കൊടുക്കും അല്ലേ. അതേപോലെ അഡ്മിനിസ്ട്രേഷൻ, നെക്സ്റ്റ് പോയിൻ്റാണ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിഡോട്ട്സ്. ഫസ്റ്റ് നമ്മൾ റിമൂവൽ ഓഫ് അൺഅബ്സോർബ്ഡ് പോയിസൺ ഫ്രം ദ ബോഡി. പോയിസൺ നമ്മൾ എങ്ങനെ കളയുന്നത് വെച്ചാൽ, ഫസ്റ്റ് നമ്മൾ ഗ്യാസിക് പോയിസൺ ആണെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്യും. ഇപ്പോൾ ഇൻ കേസ്
നമ്മൾ എന്താണ് ലോക്കലി ആയിട്ടുള്ള പോയിസണിങ് ആണ്, നമ്മൾ എന്ത് ചെയ്യും, അത് കഴുകി കളയും. അപ്പോൾ ഇൻ കേസ് ഓഫ് നമ്മൾ എന്താണ് ഇഞ്ചക്ട് ചെയ്തിരിക്കുന്ന വായിൽ ഉള്ളിലുള്ള പോയിസണിങ് ആണ് നമ്മൾ ഗ്യാസ്ട്രിക് ലാവേജ് ഒക്കെ കൊടുക്കും. അപ്പോൾ അതാണ് അതിൻ്റെ ഫസ്റ്റ് റിമൂവൽ ഓഫ് അൺഅബ്സോർബ്ഡ് പോയിസണിങ്ങിൻ്റെ ഷോർട്ട്. സെക്കൻഡ് എന്ന് വെച്ചാൽ അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിഡോട്ട്സ്. ആൻറ്റിഡോട്ട്സ് എങ്ങനെയാണ്, ഇപ്പം എന്താണ് ആൻറ്റിഡോട്ട്സ് എന്താണ്, ആൻറ്റിഡോട്ട്സ് ആർ സബ്സ്റ്റൻസ് വിച്ച് കൗണ്ടറാക്ട് ഓർ ന്യൂട്രലൈസ് ദ എഫക്റ്റ് ഓഫ് പോയിസണിൻ്റെ എഫക്റ്റിനെ ന്യൂട്രലൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റിഡോട്ട് എന്ന് പറയുന്നത്. അതിൻ്റെ എന്താണ് പോയിസണിൻ്റെ എഫക്റ്റിനെ ഇല്ലാതാക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ആൻറ്റിഡോട്ട്സ് എന്ന് പറയുന്നത്. അപ്പോൾ യൂണിവേഴ്സലായിട്ടുള്ള ആൻറ്റിഡോട്ട്സ് ആണ്. ഈ യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട് എന്ന് വെച്ചാൽ ഇപ്പം നമുക്ക് പോയിസണിങ് എന്താണെന്ന് അറിയത്തില്ല, ഏത് പോയിസണാണെന്ന് നമുക്ക് അറിയത്തില്ലെങ്കിൽ നമ്മൾ ജനറലി കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ്. ജനറൽ ആയിട്ടുള്ള ആൻറ്റിഡോട്ട്സ് ഉണ്ട്, അതാണ് എന്താണ് യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്. യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്സിന് എക്സാമ്പിളാണ് എന്താണ്, യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്സിനകത്ത് കുറച്ച് സബ്സ്റ്റൻസ് ഉണ്ട്. അതിൽ മഗ്നീഷ്യം ഓക്സൈഡ് 1 പാർട്ടുണ്ട്, ടാനിക് ആസിഡ് 2 പാർട്സ്, ആക്ടിവേറ്റഡ് ചാർക്കോള് 2 പാർട്സ്. അപ്പോൾ ഇത്രയും ഉള്ളതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, യൂണിവേഴ്സൽ ആൻറ്റിഡോട്ട്സ് എന്ന് പറയുന്നത്. നമുക്കിനി ആൻറ്റിഡോട്ട്സിൽ കോമൺ ആയിട്ടുള്ള പോയിസണിങ്ങിന് ഉപയോഗിക്കുന്ന ആൻറ്റിഡോട്ട്സ് ഏതാണെന്ന് നോക്കാം. ഫസ്റ്റ് എന്ന് വെച്ചാൽ ആഴ്സനിക്കിൻ്റെയോ ബിസ്മത്തിൻ്റെയോ മെർക്കുറി, കോപ്പർ, ഗോൾഡ് ആൻഡ് അതർ ഹെവി മെറ്റൽസിൻ്റെ പോയിസണിങ്ങിനാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന ആൻറ്റിഡോട്ടാണ് ബാൽ ഓർ ഡൈമർ കാപ്രോൾ. DIMERCAPROL. അപ്പോൾ ഇതാണ് കൊടുക്കുന്നത്. സെക്കൻഡ് പോയിസൺ ലെഡ്, മെർക്കുറി, കോപ്പർ, കൊബാൾട്ട്, കാഡ്മിയം, അയൺ ആൻഡ് നിക്കൽ പോയിസണിങ് ആണ് നമ്മൾ EDTA കൊടുക്കും. EDTA ആണ് കൊടുക്കുന്നത്. തേർഡ് പോയിസൺ ഹെവി മെറ്റൽസിൻ്റെ പോയിസണിങ് ആണെങ്കിൽ പെൻസിലാമിൻ കൊടുക്കും. PENICILLAMINE അത് കൊടുക്കും. അയൺ പോയിസണിങ് ആണെങ്കിൽ നമ്മൾ ഡെസ്ഫെറോക്സമിൻ കൊടുക്കും. DESFERRIOXAMINE. അടുത്ത ഫിഫ്ത്ത് ഓർഗാനോ ഫോസ്ഫറസ് കോമ്പൗണ്ട്സിൻ്റെ പോയിസണിങ് ആണെങ്കിൽ നമ്മൾ DAM ക്യാപിറ്റൽ DAM ഡൈഅസറ്റൈൽ മോണോക്സൈം കൊടുക്കും. അല്ലെങ്കിൽ അട്രോപ്പിൻ സൾഫേറ്റും കൊടുക്കും. ഇൻ കേസ് ഓഫ് ഓപ്പിയം പോയിസണിങ് ആണെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, നലോക്സോൺ ഹൈഡ്രോക്ലോറൈഡ് നമ്മൾ കൊടുക്കും. അതേപോലെ ഇൻ കേസ് ഓഫ് കൊക്കെയിൻ പോയിസണിങ് ആണെങ്കിൽ അമൈൽ നൈട്രേറ്റ് കൊടുക്കും. ഇൻ കേസ് ഓഫ് ഡിജിറ്റാലിസ് പോയിസണിങ് ആണെങ്കിൽ നമ്മൾ ലിഗ്നോക്കിൻ കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് കോമൺലി കൊടുക്കുന്ന ആൻറ്റിഡോട്ട്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് നമുക്ക് എലിമിനേഷൻ ഓഫ് പോയിസൺ ബൈ എക്സ്ക്രീഷനിൽ കൂടെ നമ്മൾ എങ്ങനെയാണ് പോയിസണിങ്ങിനെ എലിമിനേറ്റ് ചെയ്യുന്നത് നോക്കാം. സാലിസിലേറ്റ്, സൾഫോണമൈഡ്സ് ആൻഡ് ഫിനോബാർബിറ്റോൺ ക്യാൻ ബി ഈസിലി എക്സ്ക്രീറ്റഡ് ഇൻ ആൽക്കലൈൻ യൂറിൻ. ഈ സാലിസിലേറ്റും സൾഫോണമൈഡ്സ് ഫിനോബാർബിറ്റോണും അതെന്ത് ചെയ്യും, ആൽക്കലൈൻ യൂറിക്കൂടെ ഈസിലി ആയിട്ട് എക്സ്ക്രീറ്റ് ചെയ്യും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മുടെ യൂറിനെ ആൽക്കലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, എന്താ ഉപയോഗിക്കുന്നത്, സോഡിയം ബൈകാർബണേറ്റ് ഉപയോഗിക്കും. അതേപോലെ ആംഫിറ്റാമിൻ, ക്യൂനിൻ ആൻഡ് ക്യൂനിഡിൻ ക്യാൻ ബി ഈസിലി എക്സ്ക്രീറ്റഡ് ഇൻ അസിഡിക് യൂറിനിൽ കൂടെ എക്സ്ക്രീറ്റ് ചെയ്യുന്നതാണ് ഏതൊക്കെ, ആംഫിറ്റാമിനും ക്യൂനിനും ക്യൂനിഡിനും. അപ്പോൾ ആസിഡിഫിക്കേഷൻ ഓഫ് യൂറിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും, അമോണിയം ക്ലോറൈഡ് യൂസ് ചെയ്യും. അല്ലെങ്കിൽ ആർജിൻ ഓർ ലൈസിനാണ് അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓക്കെ, ഇത് നമുക്ക് സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റിന് എങ്ങനെയാണെന്ന് നോക്കാം. അതായത് സിസ്റ്റമാറ്റിക് ട്രീറ്റ്മെൻറ്റ് ഫോർത്ത് നമ്മൾ ഫസ്റ്റ് വെച്ച് റിമൂവൽ അൺഅബ്സോർബ്ഡ് പോയിസൺ ഫ്രം ദ ബോഡി, സെക്കൻഡ് അഡ്മിനിസ്ട്രേഷൻ ഓഫ് ആൻറ്റിഡോട്ട്, തേർഡ് എലിമിനേഷൻ ഓഫ് പോയിസൺ ബൈ എക്സ്ക്രീഷൻ, ഫോർത്താണ് സിംപ്റ്റോമാറ്റിക് ട്രീറ്റ്മെൻറ്റ്. അതെന്തൊക്കെ ചെയ്യുന്നത് വെച്ചാൽ ഇഫ് റെസ്പിറേഷൻ ഈസ് ഡിപ്രസ്ഡ് പൾമണറി റീസക്സിറ്റേഷൻ ഷുഡ് ബി ഡൺ. ഇപ്പോൾ റെസ്പിറേഷൻ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഡിപ്രസ്ഡ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ പൾമണറി റീസക്സിറ്റേഷൻ ഷുഡ് ബി കൊടുക്കും. അതേപോലെ തന്നെ ഈ ഹാർട്ട് ബീറ്റ് ആർ ആബ്സെൻ്റ് ആണ്, ഹാർട്ട് ബീറ്റ് ഇല്ലെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും, കാർഡിയാക് റീസക്സിറ്റേഷൻ ഈസ് പെർഫോം ചെയ്യും. അതേപോലെ തന്നെ സിമിലർലി ഇൻട്രാവിനസ് ഫ്ലൂയിഡ് ഇൻഫ്യൂഷൻ, ഓക്സിജൻ ഇൻഹലേഷൻ ആൻഡ് യൂസ് ഓഫ് ആൻറ്റിബയോട്ടിക്സ് ഈസ് റെക്കമെൻഡഡ് അക്കോർഡിംഗ് ടു ദ നീഡ് ഓഫ് ദ പേഷ്യൻറ്റിൻ്റെ നീഡ് അനുസരിച്ചിട്ട് ഓക്സിജൻ്റെ ഇൻഹലേഷനോ അല്ലെങ്കിൽ ഇൻട്രാവിനസ് ഫ്ലൂയിഡ് ഇൻഫ്യൂഷനോ അല്ലെങ്കിൽ ആൻറ്റിബയോട്ടിക്സോ നമ്മൾ പേഷ്യൻസിൻ്റെ ആവശ്യം അനുസരിച്ച് നമ്മൾ കൊടുക്കും. അപ്പോൾ ഇതൊക്കെയാണ് പോയിസൺ വന്ന് നമ്മൾ ഹോസ്പിറ്റൽസിൽ പോയിസൺ വന്ന് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാലാണ് പറഞ്ഞത്. എല്ലാവർക്കും മനസ്സിലാണെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു. എല്ലാവരും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു.